ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, സാധാരണമായ എന്തെങ്കിലും അസാധാരണമായ ഭാരം വഹിക്കുന്നു. ഒരു കത്ത് വരുന്നു. ഒരു സന്ദേശം വരുന്നു. ഒരു ശബ്ദം വിളിക്കുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നു, എനിക്ക് അത് പിന്നീട് കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു സ്ത്രീ ഒരിക്കൽ ബാങ്കിൽ നിന്ന് അന്തിമ അറിയിപ്പ് സ്വീകരിച്ച് പറഞ്ഞു, ഇത് അവസാന അറിയിപ്പാണ്. എത്ര നന്നായി, അവ ഇനി നമ്മെ ബുദ്ധിമുട്ടിക്കില്ല. എന്നാൽ ചില നിശബ്ദതകൾ സമാധാനമല്ല. അവ മുന്നറിയിപ്പ് നിറവേറ്റുന്നു. ഇന്ന് യേശു നിശബ്ദത പാലിക്കുന്നില്ല. അവൻ നിലവിളിക്കുന്നു. സൗമ്യമായി പഠിപ്പിക്കുകയല്ല, എന്നാൽ അടിയന്തിരതയോടെ വിളിക്കുന്നു. കാരണം ഇത് മറ്റൊരു പഠിപ്പിക്കൽ മാത്രമല്ല. ഇതൊരു അന്തിമ അഭ്യർത്ഥനയാണ്. ഒരു അന്തിമ ആഹ്വാനം. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നെ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസം ഇനി അവ്യക്തമല്ല. ഇനി സുഖകരമല്ല. ഇനി പൊതുവായതല്ല. അത് പ്രത്യേകമായി തീരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണ്. ക്രിസ്തുവിനെ കാണുക എന്നാൽ ദൈവത്തെ കാണുക എന്നാണ്. നമുക്ക് അവരെ വേർപെടുത്താൻ കഴിയില്ല. നമുക്ക് ദൈവത്തെ നിലനിർത്താനും യേശുവിനെ മാറ്റി നിർത്താനും കഴിയില്ല. എസ്. ലൂയിസ് ഒരിക്കൽ പറഞ്ഞതുപോലെ, ക്രിസ്തുമതം സത്യമാണെങ്കിൽ അനന്തമായ പ്രാധാന്യമുള്ളതാണ്. അതാണ് യേശു പറയുന്നത്. അവൻ പലതിലും ഒരു ഓപ്ഷനല്ല. അവൻ കേന്ദ്രമാണ്. പിന്നെ അവൻ പറയുന്നു, ഞാൻ വെളിച്ചമായി വന്നിരിക്കുന്നു. വെളിച്ചം വളരെ ലളിതമായ എന്തെങ്കിലും ചെയ്യുന്നു. അത് വെളിപ്പെടുത്തുന്നു. നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ പട്ടണങ്ങളിൽ വൈദ്യുതി ഓഫാകുമ്പോൾ എല്ലാം അനിശ്ചിതത്വത്തിലാകുന്നു. നിങ്ങൾ പതുക്കെ നടക്കുന്നു. നിങ്ങൾ മടിക്കുന്നു. എവിടേക്ക് കാലെടുത്തു വയ്ക്കണമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. എന്നാൽ വെളിച്ചം തിരിച്ചുവരുമ്പോൾ പുതിയതായി ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾ വ്യക്തമായി കാണുന്നു. അതാണ് ക്രിസ്തു ചെയ്യുന്നത്. അവൻ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നില്ല. അവൻ അത് വെളിപ്പെടുത്തുന്നു. അവൻ പാത കാണിക്കുന്നു. അവൻ സത്യം കാണിക്കുന്നു. അവൻ ഹൃദയം കാണിക്കുന്നു. അതുകൊണ്ടാണ് ചിലർ വെളിച്ചത്തെ സ്നേഹിക്കുന്നു. ചിലർ അത് ഒഴിവാക്കുന്നു. കാരണം വെളിച്ചം വഴി കാണിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് നമ്മെ കാണിക്കുന്നു. ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ പ്രാർത്ഥിച്ചതുപോലെ, ഡോമിനെ ഡാ മീഹി കാസ്റ്റിദാത്യം എറ്റ് കൊണ്ടിനെന്തിയം സെഡ് നോലി മോഡോ. കർത്താവേ, എനിക്ക് ശുദ്ധിയും ആത്മനിയന്ത്രണവും തരണമേ, എന്നാൽ ഇപ്പോൾ അല്ല. ഞങ്ങൾ പുഞ്ചിരിക്കുന്നു. കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നു, നമുക്ക് ദൈവത്തെ വേണം. പക്ഷേ പതുക്കെ. നമുക്ക് മാറ്റം വേണം. പക്ഷേ ചെലവില്ലാതെ. നമുക്ക് വെളിച്ചം വേണം. എന്നാൽ വെളിപ്പെടുത്തൽ ഇല്ലാതെ. എന്നിട്ടും യേശു പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇരുട്ടിൽ തുടരാൻ കഴിയില്ല. എന്തെങ്കിലും മാറണം. എന്തെങ്കിലും നീങ്ങണം. പിന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അവൻ പറയുന്നു, ഞാൻ വിധിക്കാൻ വന്നതല്ല, രക്ഷിക്കാനാണ്. ഇത് കരുണയാണ്. ഇത് കൃപയാണ്. എന്നാൽ കൃപ വൈകിയ കൃപയായി മാറാം. നിഷേധിക്കപ്പെട്ടേക്കാം. ഈ നിമിഷം നമുക്കറിയാം. നിങ്ങൾ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ശബ്ദം, ചലനം, ആശയക്കുഴപ്പം, പിന്നെ പ്രഖ്യാപനം, അവസാന വിളി. ചിലർ ഉടനെ നീങ്ങുന്നു. ചിലർ പറയുന്നു, ഇനിയും സമയമുണ്ട്. ചിലർ ഒട്ടും അനങ്ങുന്നില്ല. പിന്നെ ട്രെയിൻ നീങ്ങാൻ തുടങ്ങുന്നു. പതുക്കെ. പിന്നെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം. പെട്ടെന്ന്. തുറന്നിരുന്നത് പോയി. അതാണ് അപകടം. അവസരം ഒരിക്കലും നൽകിയില്ല എന്നല്ല, പക്ഷേ അത് മാറ്റിവച്ചു. ഇന്ന് ഒരുപക്ഷേ സുവിശേഷം നമ്മെ ഏറ്റവും ആഴത്തിൽ സ്പർശിക്കുന്നത് ഇവിടെയാണ്. നമുക്കറിയാത്തതിലല്ല, പക്ഷേ നമ്മൾ വൈകിപ്പിക്കുന്നതിലായിരിക്കും. ക്ഷമ, മാറ്റം, പ്രാർത്ഥന, അനുസരണം, വിശ്വാസം ഗൗരവമായി ജീവിച്ചു. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പിന്നീട്. എന്നാൽ യേശു പറയുന്നു, ഇപ്പോൾ. പിന്നെ അവൻ അതിലും ആഴത്തിലുള്ള എന്തെങ്കിലും പറയുന്നു. എന്റെ വാക്കുകൾ പിതാവിൽ നിന്നുള്ളതാണ്. അവ നിത്യജീവനാണ്. ഉപദേശമല്ല, നിർദ്ദേശമല്ല, ജീവൻ തന്നെ. അർപ്പിക്കുന്നത്. നൽകിയിരിക്കുന്നു.
വിളിക്കുന്നു. ഇവിടെയാണ് മറ്റെന്തെങ്കിലും വ്യക്തമാകുന്നത്. വിശ്വാസം നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല. അത് നാം വഹിക്കുന്ന ഒന്നാണ്. പിതാവാണ് യേശുവിനെ അയച്ചത്. ഓരോ ക്രിസ്ത്യാനിയും അയക്കപ്പെടുന്നു. പുരോഹിതന്മാർ മാത്രമല്ല, ദൂരെയുള്ള മിഷണറിമാർ മാത്രമല്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജോലിസ്ഥലത്ത്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഒരു സാക്ഷിയാണ്. നിങ്ങൾ ഒരു വെളിച്ചമാണ്. ചിലപ്പോൾ പ്രസംഗിക്കുന്നതിലൂടെയല്ല, ജീവിതത്തിലൂടെ, സത്യത്താൽ, സത്യസന്ധതയാൽ, ശാന്തമായ വിശ്വസ്തതയാൽ. പക്ഷേ ഇവിടെയും നമ്മൾ വൈകുന്നു. ഞാൻ തയ്യാറല്ലായി. എനിക്ക് വേണ്ടത്ര അറിയില്ലായി. മറ്റൊരാൾ അത് ചെയ്യും. വീണ്ടും, അപകടം എല്ലായ്പ്പോഴും നിരസിക്കലല്ല. അത് മാറ്റിവയ്ക്കലാണ്. ജീവിതം കാത്തിരിക്കില്ല. ആളുകൾ കാത്തിരിക്കില്ല. നിമിഷങ്ങൾ കാത്തിരിക്കില്ല. കൃപ എല്ലായ്പ്പോഴും ഇത്ര അടുത്ത് അനുഭവപ്പെടില്ല. അപ്പോൾ ഇന്ന് ഇത് വെറുമൊരു സന്ദേശമല്ല. ഇതൊരു നിമിഷമാണ്. ഒരു അന്തിമ വിളി ഭയത്തെക്കുറിച്ചല്ല. ഇത് സത്യത്തെക്കുറിച്ചാണ്. കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിനെക്കുറിച്ചാണ്. അതിനാൽ കേൾക്കൂ. വളരെ നിശബ്ദമായി, വളരെ സത്യസന്ധമായി. ദൈവം ഇപ്പോൾ ചോദിക്കുന്നത് ഞാൻ എന്താണ് വൈകിപ്പിക്കുന്നത്? എന്ത് നടപടി? എന്ത് മാറ്റം? എന്ത് കീഴടങ്ങൽ? ഞാൻ മാറ്റിവയ്ക്കുകയായിരുന്നോ? ഞാൻ നിൽക്കുമോ? കാണുകയാണ്. കാത്തിരിക്കുന്നു. മടിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ നീങ്ങുമോ? വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുമ്പോൾ. പൂർണ്ണമല്ല. പൂർണ്ണമായും അല്ല. പക്ഷേ ആത്മാർത്ഥമായി. കാരണം ചിലപ്പോൾ പരിവർത്തനം സംഭവിച്ച ജീവിതവും ഖേദകരമായ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഇത് മാത്രമാണ്. ദൈവം വിളിക്കുമ്പോൾ നിങ്ങൾ കാത്തിരുന്നില്ല. മാനസാന്തരം മാറ്റിവയ്ക്കരുത്. അനുസരണം മാറ്റിവയ്ക്കരുത്. വിശ്വാസം മാറ്റിവയ്ക്കരുത്. സാക്ഷ്യം മാറ്റിവയ്ക്കരുത്. കാരണം ഇന്ന് വിളിക്കുന്ന ശബ്ദം നാളെ എപ്പോഴും അതേ രീതിയിൽ വിളിക്കില്ല. യേശു സംസാരിക്കുമ്പോൾ ജീവൻ നൽകുന്ന ഒരേയൊരു ഉത്തരം പിന്നീട് എന്നല്ല, പക്ഷേ അതെ എന്നതാണ്.